ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ ആയപ്പോൾ നമ്മളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുബായിലെ സിറ്റി സെൻറ്റർ ദേറയിലേക്കാണ് വന്നിരിക്കുന്നത്. അതൊരു മാളാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന ആരുടെ കൂടാണ്? എൻ്റെ വാപ്പുവിൻ്റെ കൂടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരിക്കലും വാപ്പു വരാമെന്ന്. വാപ്പു എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാണ്. ഈ കാണുന്ന ആളാണ് വാപ്പു. വാപ്പ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് വാപ്പു എന്ന് വിളിക്കുന്നത് ഞാൻ കൊച്ചിലെ മുതലേ അങ്ങനെ വിളിച്ച് ശീലിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ആ മാളിൻ്റെ നടുവിൽ നിന്നിട്ടുണ്ട്. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ വാപ്പുവും ഇക്കായും എന്താണ്ടൊക്കെ മൊബൈലിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അലഞ്ഞ് തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യുമായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീക്കെൻഡിൽ എങ്ങോട്ടും പോകണമെന്ന് വിചാരിച്ചിരുന്നതല്ല, വാപ്പു നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ഒരു ജാക്കറ്റിൻ്റെ ഷോപ്പിലേക്കായിരുന്നു. അടുത്ത തണുപ്പ് വരെയല്ലേ മോളെ, ജാക്കറ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് വാപ്പു നമ്മളെ ആ ഒരു ഷോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് കയറി. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ട് എനിക്ക് സ്യൂട്ടാവുന്ന ഒന്നും തന്നെ അവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റും ബ്രാൻഡഡ് ആയിട്ടുള്ള ജാക്കറ്റായിരുന്നേ. എനിക്ക് ജാക്കറ്റ് വേണമെന്ന് അത്ര നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വാപ്പുവിൻ്റെ ആഗ്രഹമല്ലേ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരുന്നത്. നമ്മുടെ പേരൻസിൻ്റെ ആഗ്രഹമായിരിക്കുമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരുന്നത്. അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വേണ്ട വേണ്ട എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും തന്നെ ആ കടയിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ അടുത്ത എവിടേക്കാണ് പോകുന്നതെന്നല്ലേ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ ഫുഡ് കോർട്ടാണ്. നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് ഡീലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. രാത്രിയുള്ള ഫുഡ് ഞാൻ ഓൾറെഡി വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ പുറത്തിറങ്ങിയാലും വാപ്പുവിന് ഇത് തന്നെയാണ് പരിപാടി. നമുക്ക് എന്തെങ്കിലും മേടിച്ചെന്നില്ലെങ്കിൽ ഒരു സമാധാനവും കാണത്തില്ല. അങ്ങനെ നേരെ ചിക്കിങ്ങിലോട്ടാണ് ഇക്കായം കൊണ്ട് പോയിട്ട് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ മോനെ എന്നാണ് അടുത്തത്. നിങ്ങളെല്ലാവരുടെയും പേരൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഒട്ടുമിക്ക പേരൻസും ഇങ്ങനെ തന്നെയാണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ സ്വന്തം കാര്യം നോക്കി ജീവിക്കാറുള്ളൂ. ഈ ഒരു മെഷീൻ വൈബ്രേറ്റ് ആകുമ്പോൾ നമ്മുടെ ഫുഡ് ഓർഡറായെന്നാണ് അർത്ഥം. അങ്ങനെ ഞങ്ങൾ സീറ്റിൽ വന്ന് ഫുഡ് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അതേ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ദേ ഒരു ചിക്കിങ്ങിന് ഇത്രയും ഒരു കോംബോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഞങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാം വാപ്പു എടുത്തിട്ട് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇക്കായും കൂടെ നല്ലോണം വെട്ടി വിഴുങ്ങി കഴിച്ചു. ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഈ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്ന് പിന്നെ വേറെ പരിപാടീസൊന്നുമില്ല. അങ്ങനെ വാപ്പു ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഓടുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മെട്രോയിൽ കയറി നേരെ വീട്ടിലെത്തണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.